അല്ലെങ്കിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടോ? സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന 90% ആൾക്കാർ ഒരു വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടാവും. ഈ വാട്സപ്പിൽ നമ്മൾ ഒരുപാട് മെസ്സേജ് അയക്കും, മെസ്സേജ് സ്വീകരിക്കും. അധികം ആൾക്കാർ എന്താ ചെയ്യുക? മെസ്സേജ് അയക്കുന്നേരം വോയിസ് മെസ്സേജ് അയക്കും. കാരണം ടൈപ്പ് ചെയ്യാൻ കൂടുതൽ സമയം എടുക്കും, അതിന് മടിയുമാണ്. എന്നെ പറ്റി പറയാണ്ട് എനിക്ക് മടിയാട്ടോ ടൈപ്പ് ചെയ്യാൻ, ഞാൻ വോയിസാണ് കൂടുതൽ അയക്കുക. ഇങ്ങനെ വോയിസ് മെസ്സേജ് അയക്കുന്നേരം നമ്മളോട് ആക്സിഡൻ്റലി വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തു പോയി, അല്ലെങ്കിൽ വാട്സപ്പിലെ മെസ്സേജ് ക്ലിയർ ചാറ്റ് ചെയ്തു പോയി. പക്ഷേ നമ്മൾ അയച്ച അല്ലെങ്കിൽ നമുക്ക് വന്ന വോയിസ് മെസ്സേജ് നമുക്ക് വേണം. അതെല്ലാം പോയി എവിടുന്ന് കിട്ടും? വാട്സപ്പിൽ നോക്കിയാൽ കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അൺഇൻസ്റ്റാൾ ആയിപ്പോയി, അല്ലെങ്കിൽ ക്ലിയർ ചാറ്റ് ചെയ്തു പോയി, ഡിലേറ്റ് ആയിപ്പോയി. ഇങ്ങനെയുള്ള മെസ്സേജുകൾ, ഇങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ട വാട്സപ്പിൽ നഷ്ടപ്പെട്ട വോയിസ് മെസ്സേജുകൾ വീണ്ടും കേൾക്കാനും അത് ഷെയർ ചെയ്യോ സേവ് ചെയ്യോ എന്തും ചെയ്യാനുള്ള ഒരു ട്രിക്കാണ് വീഡിയോ. ഒന്നല്ല 2 ട്രിക്ക്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. ആദ്യം നമ്മളൊരു കാര്യം ചെയ്യാം. ഞാൻ ഇതിലൊരു വാട്സപ്പ് ഉണ്ട്. ഈ വാട്സപ്പ് ഞാനങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്യാം. അൺഇൻസ്റ്റാൾ ചെയ്ത് വാട്സപ്പ് ആർന്ന് പോയി. ഇനിയിപ്പോൾ വാട്സപ്പിലില്ല. ഇനി നമുക്ക് നമ്മളെ വാട്സപ്പിൽ വന്ന വോയിസ് മെസ്സേജുകൾ കേൾക്കണം. അതിന് നമ്മളെ വാട്സപ്പിൽ ഉള്ള എല്ലാ കാര്യങ്ങളും വാട്സപ്പിൻ്റെ ഒരു ഫോൾഡറായിട്ട് നമ്മളെ ഫോണിൽ ഉണ്ടാവും. അത് നമ്മൾ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ആക്കിയാലും വാട്സപ്പ് ഡാറ്റ ക്ലിയർ ചെയ്താലും എന്താക്കിയാലും അത് അവിടെ ഉണ്ടാവും. അതിനെവിടെയാണ് പോകേണ്ടത്? നിങ്ങൾ ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് എടുക്കുക. ഇൻറ്റേർണൽ സ്റ്റോറേജ് എടുത്താൽ കുറേ താഴെയായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ഒരു ഫോൾഡർ കാണാം. ഇതാ വാട്സപ്പ്. അത് ഓപ്പൺ ചെയ്താൽ നമ്മൾ അൺഇൻസ്റ്റാൾ ആക്കുന്നവരെയുള്ള വാട്സപ്പിലെ എല്ലാ കാര്യങ്ങളും ഇവിടെ സേവ് ആയി നിൽക്കുന്നുണ്ടാവും. ഇതിൽ മീഡിയ എന്നുള്ളത് ഓപ്പൺ ചെയ്യാം. മീഡിയ ഓപ്പൺ ചെയ്താൽ വാട്സപ്പ് വോയിസ് നോട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫോൾഡർ വേറെ കാണാം. അത് എടുക്കുക. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ വന്ന് പോയായിട്ടുള്ള എല്ലാ വോയിസും നമ്മൾ ഡിലേറ്റ് ആക്കിയാലും അൺഇൻസ്റ്റാൾ ചെയ്താലും എന്താക്കിയാലും ആ വോയിസ് മെസ്സേജ് ഒക്കെ ഇവിടെ സേവ് ആയി നിൽക്കുന്നുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നേരം ഇത് ഒരു അൺസപ്പോർട്ടഡ് ഫോർമാറ്റിലാണ് കാണിക്കുക. വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിക്ക് ഇതിൽ സേവ് ആയി നിൽക്കുന്ന ആ മെസ്സേജുകൾ നമുക്ക് വായിക്കാനാകില്ല, കേൾക്കാനാകില്ല, പ്ലേ ആകില്ല. പക്ഷേ ഈ ഫോണിൽ പ്ലേ ആവും. കാരണം എന്താ വെച്ചാൽ ഇത് സപ്പോർട്ടാണ് വെച്ചാൽ ഈ വോയിസ് മെസ്സേജ് ഒക്കെ ഫയൽ മാനേജർ സേവ് ആയി നിൽക്കുന്നത് OPUS എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ്. അത് മിക്കവാറും ഫോണിൽ സപ്പോർട്ട് ആകില്ല. അത് സപ്പോർട്ട് ആകാത്തതുകൊണ്ട് നമുക്കിത് പ്ലേ ചെയ്യാനാകില്ല. ഇതിനെന്ത് ചെയ്യുക? നമുക്ക് 2 ഐഡിയ ഞാൻ കാണിച്ചിരുന്നത്. ഒന്നാമത്തത്, ഇത് നിങ്ങൾക്ക് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്താൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വരും. അതിൻ്റെ കൂടെ റീനെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് ഇതിൻ്റെ പേര് നമുക്ക് മാറ്റാം. റീനെയിം എടുത്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ആ ഫയലിൻ്റെ ആ വോയിസ് മെസ്സേജിൻ്റെ പേര് ഇവിടെ കാണിക്കും. ലാസ്റ്റ് ഡോട്ട് കഴിഞ്ഞിട്ട് OPUS എന്നുണ്ടാവും. അത് നമ്മളൊന്ന് റീനെയിം ചെയ്യുക. ഈ OPUS എന്നുള്ളത് അങ്ങ് മാച്ച് ചെയ്യുക, കംപ്ലീറ്റ് മാച്ച് ചെയ്യുക. മാച്ചിട്ട് അവിടെ പകരം WAV കാണുന്നുണ്ടോ? WAV എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് OK കൊടുക്കുക. OK കൊടുത്താൽ ഇവിടെ ഒരു അലർട്ട് പോപ്പപ്പ് വരും. അതും OK കൊടുക്കുക. OK കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മളിപ്പോൾ ആ റീനെയിം ചെയ്തതിൻ്റെ ഐക്കണൊക്കെ മാറി ഒരു മ്യൂസിക് ഐക്കണൊക്കെ ആയിട്ട് ഇവിടെ അതിൻ്റെ ഫോർമാറ്റ് WAV എന്നായിട്ട് വന്നത്. ഇനി നമ്മളിത് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇവിടുന്ന് കേൾക്കാം. ഇത് ഞങ്ങളുടെ വലുതായിട്ട് അപ്പം വാട്സപ്പിൽ ഞാൻ അങ്ങ് അൺഇൻസ്റ്റാൾ ആക്കി. അത് നിങ്ങൾ കണ്ടിക്കല്ലേ? അൺഇൻസ്റ്റാൾ ആക്കിയ വാട്സപ്പിലെ അല്ലെങ്കിൽ നമ്മളെ ഫോണിൽ മുമ്പ് നമ്മൾ ഉപയോഗിച്ച വാട്സപ്പിലെ പോയി എന്ന് വിചാരിച്ച മെസ്സേജ് നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് കേൾക്കാം, കാണാം, വായിക്കാം. സംഭവം മനസ്സിലായിക്കോ? ഇത് നിങ്ങൾക്ക് ഇവിടെ ഷെയർ ഓപ്ഷനിൽ കൂടെ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ കൂടെ എവിടെയും ഷെയർ ചെയ്തും കൊടുക്കാം. ഒന്നാമത്തെ മെത്തേഡ്. ഇനി ഈ മെത്തേഡ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ വേറൊരു സംഭവം എന്താ വെച്ചാൽ OPUS പ്ലെയർ എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അവിടെ പോയി ഇവിടെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നു. എന്താ OPUS പ്ലെയർ. ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇതിന് 1-2 പെർമിഷൻ ചോദിക്കൂ. അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ലോഡാകാനുള്ള സമയം കൊടുക്കുക. നമ്മളെ ഫോണിലുള്ള OPUS ഫോർമാറ്റിലുള്ള എല്ലാ വോയിസ് മെസ്സേജുകളും ഇതിൽ കിട്ടും. വാട്സപ്പിൽ വന്നത് ഇതിപ്പോൾ ഓരോ മാസത്തത് ആയിട്ട് കാറ്റഗറി ആയിട്ട് ഓരോ മാസത്തെ ഓരോ കാറ്റഗറിയിലായിട്ട് വന്നിരിക്കും. ഇപ്പോൾ 2020 നവംബർ മുതൽ താഴെ എത്ര വരെയുണ്ട്? 2019 ഫെബ്രുവരി വരെയുള്ള ഓരോ മാസത്തെ 1 by 1 ആയിട്ട് വന്നിരിക്കും. ഞാൻ ഇപ്പോൾ 2020 ജൂൺ എന്നുള്ളത് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇവിടെ
ആ ജൂൺ മാസത്തെ എല്ലാ ഡേറ്റും ഇവിടെ കാണിക്കും. ഏത് ഡേറ്റിലുള്ളതാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ ആ ഡേറ്റിൽ വന്ന വോയിസ് ഒക്കെ ഇവിടെ കാണും. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ അവിടെ നീല നിറായി വരും. താഴെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട്. ഈ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ മെസ്സേജ് അവിടെ കേൾക്കാം. സംഭവം തിരിഞ്ഞിക്കോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് ലോങ് പ്രസ് ചെയ്താൽ ഇവിടുന്ന് ഷെയർ ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അതിൻ്റെ പേര് മാറ്റുക, അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇതും വളരെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഡിലീറ്റ് ആക്കിയ വാട്സപ്പിലെ വോയിസ് മെസ്സേജ് ഒക്കെ OPUS ഫോർമാറ്റിലുള്ള വോയിസ് മെസ്സേജ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കേൾക്കാം. അത് ഷെയർ ചെയ്യുക, സേവ് ചെയ്യുക, അതുപോലെ പേരും മാറ്റാം. ഇനി നമ്മൾ വാട്സപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് നിങ്ങൾക്ക് വാട്സപ്പ് അൺഇൻസ്റ്റാൾ ആക്കിയാലെന്ന് മാത്രമല്ല, ഡാറ്റ ക്ലിയർ ചെയ്താൽ അല്ലെങ്കിൽ ക്ലിയർ ചാറ്റ് ചെയ്താൽ ഡിലീറ്റ് ആക്കിയാൽ ഒക്കെ ഇതേ ഫോർമാറ്റിൽ ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളെ വാട്സപ്പിൽ നിന്ന് നഷ്ടപ്പെട്ട എല്ലാ വോയിസ് മെസ്സേജും നിങ്ങൾക്ക് കേൾക്കാനാവും, കാണാനാവും. അപ്പം വാട്സപ്പിലെ നഷ്ടപ്പെട്ട വോയിസ് മെസ്സേജ് തിരിച്ചെടുക്കാനുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരമായിക്കെന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ലൈക്ക് കൊടുത്തേക്ക്. അത് പാകത്തിൻ്റെ ഒരു ബൂസ്റ്റാണ്. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.